കൊച്ചേട്ടൻ്റെ കത്ത് പറന്നു പറന്നു വരുന്നുണ്ട്. പിറന്നനാളിൻ്റെ കഥകൾ. പ്രിയ DCL കൂട്ടുകാരെ, അന്ന് രാത്രിയിലാണ് ആശുപത്രിയിലേക്ക് പോയത്. പ്രകാശിൽ നിന്ന് തങ്കമണി വരെ പല്ലൊരു ചേർന്ന് കട്ടിലിൽ അമ്മയെ ചുവന്നു കൊണ്ടുപോയി. തങ്കമണിയിൽ നിന്നു കാൽവരി മൗണ്ടിലേക്കു ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴുണ്ട് പെരുമഴ. വഴി ഇന്നത്തെ പോലെയൊന്നുമല്ല, വെറും ചെമ്മൺ പാത. മഴ പെയ്യുമ്പോൾ ചെളി കുഴഞ്ഞ മൺപാതയിലൂടെ ജീപ്പ് കയറാൻ കൂടെ വന്നവർ ജീപ്പിൽ നിന്നിറങ്ങി തള്ളും. അങ്ങനെ 2-3 കിലോമീറ്ററുകൾ പെരുമഴയത്ത് വണ്ടി തള്ളിയാണ് കാൽവരി മൗണ്ടിലെത്തിച്ചത്. അവിടെ നിന്ന് കട്ടപ്പന സെന്റ് ജോൺസ് മിഷൻ ആശുപത്രിയിലേക്ക് പറന്നു. അവിടെ എത്തിയപ്പോഴേക്കും അമ്മച്ചിക്ക് പ്രഷർ കൂടി, ശരീരം കോച്ചിപ്പോയി. 2 മണിക്കൂർ കൊണ്ട് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ചിലപ്പോൾ അമ്മയും കുഞ്ഞും മരിക്കില്ല. പിന്നെ ദൈവം തമ്പുരാനെ എന്നു വിളിച്ച് പോക്കാണ്. അന്ന് KK റോഡ് ഇന്നത്തെ പോലെയൊന്നുമല്ല, വളവും തിരിവും കുണ്ടും കുഴിയുമാണ്, വീതി തീരെ കുറവും. അങ്ങനെ പറന്നു പോകുമ്പോൾ അമ്മയുടെ ബോധം പോയി. എല്ലാവരും ജീപ്പിലിരുന്നു നിലവിളിച്ചു, കൊമ്പ ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അതാ ഒരു പാണ്ടിലോറി വലിയ തടികളുമായി ഇഴഞ്ഞിഴഞ്ഞു. നിങ്ങൾ ജീപ്പിൽ ഓവർടേക്ക് ചെയ്യാനും ആവുന്നില്ല. അങ്ങനെ ടെൻഷൻ കൂടി. കൂട്ടുകരച്ചിൽ. കുറെ കഴിഞ്ഞാണ് ഒന്നു കേറിയ പോകാൻ പറ്റിയത്. അങ്ങനെ ഒരു തരത്തിൽ മുണ്ടക്കയെത്തി. അവസാനം ഓപ്പറേഷൻ കൂടാതെ പ്രസവം. അന്നേരമാണ് അറിഞ്ഞത് ഇരട്ടക്കുട്ടികളാണ്. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാണ്. പ്രിയ കൂട്ടുകാരെ, ഇത്രയും വായിച്ചപ്പോൾ ഇതെന്തു കഥയാണ്, ഇത് ആരുടെ കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് മറ്റാരുടെയും കഥയല്ല. ഇത് എൻ്റെ പിറന്നാളിൻ്റെ കഥയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് കഴിഞ്ഞ 50-ലേറെ വർഷങ്ങളിലൂടെ അച്ചാച്ചനും അമ്മച്ചിയും എല്ലാ പിറന്നാളിൻ്റെ ദിനത്തിലും ഞങ്ങളോട് പറഞ്ഞിരുന്നു. പിറന്നാളിൻ്റെ കഥയാണിത്. കേട്ട് കാണാപ്പാമായിട്ടും കഴിഞ്ഞ വർഷം ആദ്യം കേൾക്കുന്നതു പോലെ ഞങ്ങൾ ആവേശത്തോടും അത്ഭുതത്തോടും കൂടി കേട്ട കഥയാണിത്. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും പിറന്നാളുണ്ട്. നമ്മൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ പിറന്നാളിൻ്റെ ആർക്കാണ് ഹാപ്പി ബർത്ത്ഡേ ആകുന്നത്? പിറന്നാളിൻ്റെ നമുക്ക് അത് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നോ? എന്നിട്ടും നമ്മൾ ചീവീട് കരയുന്ന പോലെ നീണ്ട വായയിൽ നീലവലിഷമായിരുന്നല്ലോ. ഇറക്കുമ്പോൾ കൂട്ടിക്കരയണം. കരഞ്ഞില്ലെങ്കിൽ
ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. നമ്മൾ പിറന്ന ദിനം നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ഇത് വായിക്കുന്ന നിങ്ങൾക്ക് ഒന്നറിയണം. നിങ്ങൾ ഇന്നു ഹാപ്പി ബർത്ത്ഡേ എന്നു വിളിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ആ ദിവസത്തിന് ഒരു കഥയുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് പപ്പയും മമ്മിയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടു പോലും ഉണ്ടാകില്ല.